ഒരു കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ ആ കുഞ്ഞ് മുലപ്പാൽ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിരിക്കണം എന്നതാണ് ഒരു കുഞ്ഞിന്റെ ബ്രസ്റ്റ് ഫീഡിംഗ് ജേർണിയിലെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ കുഞ്ഞ് ഏറ്റവും അലേർട്ടായിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞ് കണ്ണു തുറന്ന് അമ്മയെ നോക്കുന്നതും അമ്മയെ മണക്കുന്നതും അമ്മയെ സ്പർശിക്കുന്നതുമായ സമയമാണ് 1 മണിക്കൂർ സമയം. അപ്പൊ എത്രയും നേരത്തെ നമ്മൾ ആ 1 മണിക്കൂറിനുള്ളിൽ അമ്മയുടെ ബ്രസ്റ്റില് കുഞ്ഞ് തനിയെ സക്ക് ചെയ്യാനായിട്ട് അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞിനെ കിടത്തുകയാണെങ്കിൽ കുഞ്ഞ് തനിയെ അമ്മയുടെ മുലപ്പാൽ കുടിക്കാനായിട്ട് ശ്രമിക്കും എന്നതാണ് പല റിസർച്ചുകളിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളുടെ കുഞ്ഞിനെ നമ്മൾ മുലപ്പാൽ കുടിപ്പിക്കാനായിട്ട് അമ്മമാര് ശ്രമിക്കണം. നിങ്ങൾ എവിടെയാണോ ഡെലിവറി ആകുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവതികളായിരിക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ 6 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ കുഞ്ഞ് ഫസ്റ്റ് ബ്രസ്റ്റ് ഫീഡ് എടുത്തില്ലെങ്കിൽ അമ്മമാർക്ക് മുലപ്പാലിന്റെ ഉൽപാദനം കുറയും. അതാണ് ശരീരത്തിന്റെ അമ്മയുടെ ഹോർമോണുകളുടെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും നേരത്തെ അമ്മയുടെ ഹോർമോണുകളെ ബ്രസ്റ്റ് ഫീഡിങ് ഉൽപ്പാദിപ്പിക്കുന്നതും ബ്രസ്റ്റ് മിൽക്ക് പുറത്തേക്ക് വരുന്നതുമായ ആ ഹോർമോണുകളെ ക്രമീകരിക്കുന്നതിന് കുഞ്ഞിനാണ് അത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കുഞ്ഞാണ് അതിന് ശ്രമിക്കേണ്ടത്. പ്രകൃതിയുടെ നിയമവും അത് തന്നെയാണ്. ഏതൊരു ജന്തുജീവികളുടെയും സ്ഥായിയായ ഭാവം അത് തന്നെയാണ്. അതിൻ്റെ കുഞ്ഞുണ്ടായി അത് ആദ്യമേ തന്നെ അതിൻ്റെ കുഞ്ഞിനെ മുലപ്പാൽ കുടിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് ഒരു വ്യത്യസ്തതയുമില്ല. അവനും അത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ചു മുമ്പ് ഡോക്ടേഴ്സ് എല്ലാം ക്ലാസ് എടുത്തു. ഞാൻ പറഞ്ഞു ആ 1 മണിക്കൂറിന് പറയുന്ന പേരാണ് ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗോൾഡൻ അവറിൽ നമ്മൾ കുഞ്ഞിനെ പാല് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല. അമ്മമാർക്കറിയാം ഒത്തിരി പ്രതിസന്ധികളുണ്ട് ഇന്നത്തെ കാലത്ത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത്. അതിനെല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഓരോ അമ്മമാരും എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള യാത്ര. ഈ വർഷത്തെ തീമിൽ ബേസ് ചെയ്ത് ഞാൻ രണ്ട് വാക്കുകളെ പറയുന്നുള്ളൂ. ഒന്ന്, കുടുംബമാണ് അമ്മയുടെ ബ്രസ്റ്റ് ഫീഡിംഗ് ജേർണിയിൽ ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത്. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾക്കറിയാം നമ്മൾ ഭർത്താവും കുടുംബാംഗങ്ങളും ഏറ്റവും കൂടുതൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ഒരു 24 മുതൽ 48 മണിക്കൂർ സമയം അമ്മയും കുഞ്ഞും ഒന്ന് പരിചയപ്പെടാനായിട്ട് നമ്മൾ അവർക്ക് സമയം കൊടുക്കണം. എല്ലാവരും കുഞ്ഞിനെ എടുക്കാനും അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് ഓടി നടക്കുന്ന ആ സമയത്ത് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ ലാളിക്കാനും ആ കുഞ്ഞിന് അതിൻ്റെ അമ്മയുടെ മണവും സ്പർശനവും അറിയുവാനുമായിട്ട് നമ്മൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ കുടുംബാംഗങ്ങളും ജീവിത പങ്കാളിയും ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 24 മുതൽ 48 മണിക്കൂർ സമയത്തേക്കുള്ള അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആ ഒരു പരസ്പരമുള്ള ആ ഒരു ബന്ധം മുന്നോട്ടുള്ള മുലയൂട്ടലിൻ്റെ ആ ഒരു ജേർണി യാത്രയിൽ ഈ 24 മുതൽ 48 മണിക്കൂർ സമയം നമ്മൾ എങ്ങനെ അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നുവോ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ. ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം നമ്മൾക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ്. 2 ആഴ്ചത്തെ സമയം അമ്മയും കുഞ്ഞും വീട്ടിൽ ചെന്ന കരച്ചില് ബഹളം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അമ്മയുടെ ഉദരത്തിലായിരുന്ന കുഞ്ഞ് പുറത്തു വരുമ്പോൾ അതിനിതൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അമ്മയോടുകൂടി അമ്മയുടെ നെഞ്ചിൽ കിടത്തുക. കുഞ്ഞ് അമിതമായിട്ട് കരയുകയാണെങ്കിൽ ഏറ്റവും ശബ്ദം കുറഞ്ഞ സൗണ്ട് കുറഞ്ഞ ഒത്തിരി ആളുകളുടെ കലപില ശബ്ദങ്ങളൊന്നും കേൾക്കാതിരിക്കുക. അത് വളരെ അത്യാവശ്യമാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞിന് അമ്മയുമായിട്ടും ഈ ലോകവുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആവാനായിട്ട്. ബാക്കി കുറേ കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ സപ്പോർട്ട് ഫോർ ഓളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഒത്തിരി പോളിസികൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്നുണ്ട്. അമ്മമാര് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ക്രഷ് അങ്ങനെ പോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ കുഞ്ഞിന്റെ ബ്രസ്റ്റ് ഫീഡ് 6 മാസത്തിൽ നിന്ന് 2 വർഷം വരെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനു വേണ്ട നിയമപരമായ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. രണ്ടാമത്തതാണ് കമ്മ്യൂണിറ്റി, സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും. സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് മാറണം. അമ്മമാര് എവിടെയും എപ്പോഴും മുലയൂട്ടുവാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം.
പ്രത്യേകിച്ച് നമ്മളുടെ യാത്രാവേളകളിൽ യാത്ര ചെയ്യുന്ന വാഹനം